Good morning all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ വേണം ഇത് കാണാൻ, അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി പോകും. ഈ ഏരിയയൊക്കെ മൊത്തം നമ്മളിപ്പോൾ എല്ലാം കൂടെ കവർ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻസ് വരുന്ന ഏരിയാസാണ്. കാരണം ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരേപോലത്തെ പിന്നെ ചെറിയ മാറ്റങ്ങളുള്ള കുറേ കൺസെപ്റ്റുകളാണ്. അത് നമ്മൾ റിയൽ ലൈഫായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് കമ്പാരിസൺ ചെയ്തൊക്കെ പഠിക്കാം. അപ്പോൾ ഇതാകുമ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ലാസ്റ്റ് മിസ് ഓവർലോഡാണ് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളാണ് ഏറ്റവും സ്ലോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞാൻ തന്നെ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അവർക്കൊക്കെ 6 മൊഡ്യൂൾസൊക്കെ എനിക്ക് എടുക്കണം. പക്ഷേ നിങ്ങളുടെ കേസിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് 3 മൊഡ്യൂളാണ്. കാരണം ഇത്തരം കൺസെപ്റ്റുകളായതുകൊണ്ടാണ് നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്തത് ഈ സബ്ജക്റ്റ്. കാരണം ഞാൻ തന്നെ 5 മൊഡ്യൂളാണെങ്കിൽ എനിക്ക് പഠിച്ചു വിടേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ആ കൺഫ്യൂസ്ഡായി പോകും. അതുകൊണ്ടാണ് ആദ്യം 3 മൊഡ്യൂൾ എന്ന് പറഞ്ഞ മെയിൻ പാർട്ടുകൾ ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഫീൽഡുകളെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? F1, F2, F3, അതേപോലെ CD, BR, AD എന്നൊക്കെ പറഞ്ഞ കുറേ ഫീൽഡുകൾ നമ്മൾ മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ ഫീൽഡുകളൊക്കെ പഠിച്ചില്ലേ? അപ്പോൾ അതിലുള്ള ചില ഫീൽഡുകളെയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അഥവാ F1, F2, F3 മൈക്രോ ഓപ്പറേഷൻസ് നമ്മൾ നടത്തുന്ന നമ്മളുടെ ഫീൽഡുകളാണ് F1, F2, F3. അപ്പോൾ എങ്ങനെയാണ് അതിൽ ഡീകോഡിങ് നടക്കുന്നത്, എങ്ങനെയാണ് ഡീകോഡിങ് നടന്നിട്ട് അതിൽ ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാനുള്ള ഒരു ഫിഗറാണ് ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ നോക്കാം. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ ടേബിൾ കൊടുത്ത് കണ്ടോ? അത് ഞാൻ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് ഇതും ഈ ഫിഗറുമായിട്ട് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇതിന് റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലത്തെ ടേബിൾ വെച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ ഈ ഇതിൻ്റെ ഡിസൈനിൽ നമ്മൾ 3 ഡീകോഡേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3/8 ഡീകോഡർ F1ഉം 3/8 ഡീകോഡർ F2, 3/8 ഡീകോഡർ F3. അപ്പോൾ ഓരോന്നിക്കും 3 ബിറ്റ് ഇൻപുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 3/8 എന്ന് പറയുന്നത്. അതേപോലെ 8 ഔട്ട്പുട്ട്സ് 0 to 7 വെച്ചാണ് നമ്മൾ നമ്പർ ചെയ്തത്. ബിക്കോസ് നിങ്ങൾക്ക് കാണാം നമ്മുടെ റൈറ്റ് സൈഡിലെ ടേബിളിൽ എന്താണ് 0 0 0 to 1 1 1 ആണ്. ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ നിങ്ങൾക്ക് ബൈനറി നമ്പർ ചെയ്യുന്നത്? അപ്പോൾ ഈ 1 1 1 എന്ന് പറഞ്ഞാൽ എന്താണ് 7. അപ്പോൾ 0 to 7 വരെയുള്ള ബിറ്റുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് 0 to 7 ഔട്ട്പുട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ബിറ്റാണോ എനാബിൾ ആവുന്നത്, ഈ 0 to 7 ഏത് ബിറ്റാണോ എനാബിൾ ആവുന്നത് ആ ബിറ്റിനെ അസോസിയേറ്റ് ചെയ്ത ഓപ്പറേഷനാണ് നടക്കുക. നോക്കാം, നമുക്ക് F1 കേസ് നോക്കാം. F1 1 കണ്ടില്ലേ? ഇവിടെ 1 എനാബിൾ ആകുമ്പോൾ ആഡ് ഓപ്പറേഷനാണ്. ആഡ് ടു ALU, അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിക്ക് ആഡ് ഓപ്പറേഷൻ പാസ് ചെയ്യും. എന്നിട്ട് അക്യുമുലേറ്റർ അത് ലോഡ് ചെയ്തിട്ട് ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതേപോലെ 4th ബിറ്റ് ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് DR to AC ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അത് അക്യുമുലേറ്റർക്ക് പാസ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഓരോ ഓപ്പറേഷൻസ്. ഇവിടെ F2ൻ്റെ കേസ് നോക്കൂ. 3rd ബിറ്റ് നോക്കാം. 3rd ബിറ്റ് എന്താണ് 0 1 1. കണ്ടോ, F2ൻ്റെ ടേബിളിൽ 3rd ബിറ്റ് 0 1 1 ആണ്. അത് ആൻഡ് ഓപ്പറേഷനാണ്. അപ്പോൾ ആ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഏത് ബിറ്റാണോ ആക്റ്റീവ് ആകുന്നത് ആ ബിറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള മീനിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷേ F3ൻ്റെ നമ്മളിപ്പോൾ ഒന്നും ആരോ മാർക്ക് ചെയ്തിട്ടില്ല. ആക്ച്വലി അവിടെ അത് ആക്റ്റീവ് ആകുമ്പോൾ അതും എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ നമ്മൾ അതും കൂടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ കൺഫ്യൂസ്ഡ് ആയി പോകും കരുതിയിട്ടാണ് അങ്ങനെ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ 1ഉം 4ഉം അങ്ങനെ ആക്റ്റീവ് ആയാൽ ഓപ്പറേഷൻസ് ഒന്ന് ആഡ് ഓപ്പറേഷൻ നടക്കും, ഒന്ന് DR to AC ട്രാൻസ്ഫർ ഓപ്പറേഷൻ നടക്കും. അങ്ങനത്തെ ഓപ്പറേഷൻസ് നടക്കും. ഇനി ഇവിടെ കണ്ടോ 5ഉം 6ഉം F1ൽ 5ഉം 6ഉം ഓപ്പറേഷൻസ് നടക്കുമ്പോൾ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റിക്ക് ഡയറക്റ്റ് പോവാതെ വേറൊരു റൂട്ടാണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അതിന് ഇൻസ്ട്രക്ഷൻ എന്താണ് PC to AR, അതേപോലെ DR to AR എന്ന് വെച്ചാൽ അഡ്രസ് രജിസ്റ്റർക്കാണ് അവർ ഡാറ്റ പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ടൊരു വേറെ സർക്യൂട്ടായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. നോക്കാം, PC to AR എന്ന് വെച്ചാൽ 6 ആണ്. 6 ബിറ്റ് ഏതെങ്കിലും ഒരു ബിറ്റിൽ അറ്റ് എ ടൈമിൽ എനാബിൾ ആവുള്ളൂ. അപ്പോൾ 6 ആണ് എനാബിൾ ആവുന്നതെങ്കിൽ PC to AR അസൈൻ ചെയ്ത് കൊടുക്കും. അതല്ല 5 ആണ് എനാബിൾ ആവുന്നതെങ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ആവുന്നതെങ്കിൽ DR to AR അത് ആക്റ്റീവായി കൊടുക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന്, അതാണ് ഇവിടെ നമ്മൾ ഒരു ഓർ ഓപ്പറേഷൻ്റെ ഒരു സൈൻ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ആക്റ്റീവ് ആയാൽ either 1 ആക്റ്റീവ് ആയാൽ ലോഡ് ടു AR അഡ്രസ് രജിസ്റ്റർക്ക്
ലോഡ് ചെയ്ത് കൊടുക്കും. ബിക്കോസ് രണ്ടായാലും അഡ്രസ് രജിസ്റ്റർക്ക് ഒരു വാല്യൂ പാസ് ചെയ്യാനുള്ള മീൻ ചെയ്യുന്നത്. PC to AR ആയാലും DR to AR ആയാലും അഡ്രസ് രജിസ്റ്റർക്ക് ഒരു വാല്യൂ പാസ് ചെയ്യാന്നാണല്ലോ മീൻ ചെയ്യുന്നത്. അതുകൊണ്ട് അഡ്രസ് രജിസ്റ്റർക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. അതല്ല, അതിനിടക്ക് കണ്ട ഒരു സെലക്ട് എന്ന് പറഞ്ഞ മൾട്ടിപ്ലക്സേഴ്സ് കൊടുത്തിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ചാൽ DR ആക്റ്റീവ് ആവുന്ന കേസുകളുണ്ട്, ഇനാക്റ്റീവ് ആവുന്ന കേസുകളുണ്ട്. അപ്പോൾ DR ഇനാക്റ്റീവ് ആണെങ്കിൽ എന്ന് വെച്ചാൽ അത് ആക്റ്റീവ് അല്ലെങ്കിൽ PC-ന്ന് ഇൻപുട്ട് എടുത്തിട്ട് ARക്ക് പാസ് ചെയ്യും. അതല്ല, DR ആക്റ്റീവായ കേസുകളാണെങ്കിൽ DR-ന്ന് തന്നെ കണ്ടൻറ്റ് എടുത്തിട്ട് ARക്ക് പാസ് ചെയ്യും. പക്ഷെ അതൊക്കെ ചെയ്യുന്നത് മൾട്ടിപ്ലക്സേഴ്സ് ത്രൂ ആണ് ഇത്തരം ലോഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ ട്രാൻസിഷന് വേണ്ടിയിട്ട് ക്ലോക്ക് പൾസും അതിന് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ, DR to AR-ഉം PC to AR-ഉം. പിന്നെ ഏതാണ്, പിന്നെ നമ്മുടെ അരിത്മാറ്റിക് ഷിഫ്റ്റ് യൂണിറ്റ് എത്തി. ഇവിടെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ആഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും DR to AC ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അരിത്മാറ്റിക് ലോജിക് ഷിഫ്റ്റ് യൂണിറ്റിലെത്തി. എന്നിട്ട് അത് അക്യുമുലേറ്റർക്ക് കണ്ടൻറ്റ് പാസ് ചെയ്യും, അക്യുമുലേറ്റർ ഓപ്പറേഷൻ ചെയ്യും. അരിത്മാറ്റിക് ലോജിക് യൂണിറ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് അരിത്മാറ്റിക് ഓപ്പറേഷൻ ആണോ ലോജിക് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ആൻഡ് പറഞ്ഞൊരു സിഗ്നൽ പാസ് ചെയ്തു, ആഡ് എന്ന് പറഞ്ഞൊരു സിഗ്നൽ പാസ് ചെയ്തു, DR to AC എന്ന് പറഞ്ഞ സിഗ്നൽ പാസ് ചെയ്തു. അപ്പോൾ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് ഡിസൈഡ് ചെയ്യും വാട്ട് ടു ഡു. ദെൻ അക്യുമുലേറ്റർക്ക് പാസ് ചെയ്യും, അക്യുമുലേറ്റർ ഓപ്പറേഷൻ ലോഡ് ചെയ്യും, എന്നിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ഈ ടേബിൾ ഞാൻ ഇവിടെ വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ ആൻഡ് ആഡ് അതേപോലെ ഇതിലുള്ള ഓരോ ബിറ്റുകൾ, ഇപ്പോൾ F2-ലുള്ള 7 ഔട്ട്പുട്ട്സുകൾ അതിനൊക്കെ ഓരോ മീനിങ് ഉണ്ടല്ലോ. ഇപ്പോൾ 000 ആണെങ്കിൽ നോ, അവിടെ ഒന്നുമില്ല, ഒരു ഓപ്പറേഷനും ഇല്ല. അതല്ല 001 ആണെങ്കിൽ സബ്ബാണ്, 2 ആണെങ്കിൽ ഓറാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഇതിൽ ഇനി എന്താ കൺഫ്യൂഷൻ ഉള്ളത്? ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റിൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ളൊരു കാര്യം ഇല്ല. ഇനി കൺഫ്യൂഷൻ ഉണ്ട് എന്നോട് ചോദിക്കാം കേട്ടോ, ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. F1, F2, F3 എന്ന 3 ഫീൽഡിനെയും എങ്ങനെയാണ് ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഗറാണിത്, അഥവാ ഡീകോഡിങ് ഓഫ് മൈക്രോ ഓപ്പറേഷൻ ഫീൽഡ്. ഓക്കെ, നമ്മൾ ഈ മൈക്രോ ഓപ്പറേഷൻ ഫീൽഡുകളെയൊക്കെ ഡീകോഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ തിങ്ക് ഫെച്ച് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫെച്ച് റൂട്ടീനല്ലേ പറഞ്ഞത്. അങ്ങനെ ഫെച്ച് ചെയ്തിട്ടാണ് ഏതായാലും ഡീകോഡ് ചെയ്യുന്നതാണ് ഫിഗർ. അപ്പോൾ 3 bar 8 ഡീകോഡർ ഉണ്ട്, അങ്ങനത്തെ 3 ഡീകോഡേഴ്സ് ഉണ്ട്. അതിനൊക്കെ 3 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ ഓരോ ഔട്ട്പുട്ട് 0 to 7 വരെയുള്ള ഓരോ ഔട്ട്പുട്ടിനും ഓരോ മീനിങ് ആണ്. ഏത് ബിറ്റാണോ എനാബിൾ ആവുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷനാണ് എക്സിക്യൂട്ട് ആവുക. സോറി, ഫോൺ കയ്യിൽ നിന്ന് പോയിട്ട് വെരി സോറി. അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഏത് ബിറ്റാണോ ആക്റ്റീവ് ആവുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ആവുക. അങ്ങനെ ആൻഡ് ആഡ് DR to AC അങ്ങനെ ഇത്രയും ഓപ്പറേഷൻസ്, ഇപ്പോൾ സബ് റീഡ് അങ്ങനെ ആൻഡ് ടു DR അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നടക്കും. പക്ഷേ അതൊക്കെ നമ്മൾ ALU ഡിസൈഡ് ചെയ്തിട്ട് നമ്മുടെ അക്യുമുലേറ്റർക്ക് പാസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ARക്ക് ഡാറ്റ പാസ് ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, മൈക്രോ ഓപ്പറേഷൻസ് PC to AR-ഉം DR to AR-ഉം. അതാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റായിട്ട് ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ അരിത്മാറ്റിക് ലോജിക് യൂണിറ്റ് പാസ് ചെയ്ത് അത് ഡിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അഡ്രസ് രജിസ്റ്റർക്ക് പാസ് ചെയ്യാനുള്ളത് ഒന്ന് 5th ബിറ്റും 6th ബിറ്റുമാണ് F1-ലുള്ള. അതൊക്കെ DR to AR-ഉം PC to AR-ഉം സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സർക്യൂട്ട് വെച്ചിട്ട് ARക്ക് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. DR ആക്റ്റീവ് അല്ലാത്ത സമയത്ത് PC to AR-ഉം എക്സിക്യൂട്ട് ചെയ്യും. അതല്ല DR ആക്റ്റീവ് ആയ സമയത്ത് DR to AR മൾട്ടിപ്ലക്സർ ത്രൂ ആണ് അത് ഡാറ്റ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 0, 1 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അത് എനാബിൾ ആണോ അതോ ഡിസേബിൾ ആണോ എന്ന് മീൻ ചെയ്യാനാണ്. അങ്ങനെ ARക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കും. ദെൻ അതിനൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലോക്ക് പൾസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റ് ഇത്രയേ ഉള്ളൂ, മീൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ നോട്ട്സ് ഞാൻ ഇതിന് ഒപ്പം വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വെച്ച് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണ്. ഈ ചെറിയൊരു കൺസെപ്റ്റ് ഉള്ളൂ, ഇറ്റ്സ് നോട്ട് ഓൾ ഇമ്പോർട്ടൻറ്റ്. നോക്കാം. ഓക്കെ, താങ്ക് യു.